ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവിൽ മേ ക്രൈയുടെ സീസൺ 1 എപ്പിസോഡ് 3 ആണ്. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ 2 എപ്പിസോഡ് പോലത്തെ ഒരു എപ്പിസോഡേ അല്ല, ഇത് വേറെ ടൈപ്പിലുള്ള വേറെ റേഞ്ചുള്ള എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം തുടർന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കുറെ പേർക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് അടുത്ത എപ്പിസോഡ് വേണ്ടി ചെറിയ മോട്ടീവ് ആയിരിക്കും. സോ ലെറ്റ്സ് സ്ട്രൈക്ക് ആൻഡ് ത്രൂ ഇറ്റ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് 2 പിള്ളേർ സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഡീമൺസ് വരുമ്പോൾ അറ്റാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത സീനിൽ പെൺകുട്ടിയുടെ ഫാമിലി ആയിട്ട് ഒരു സിനിമ കാണാൻ പോയിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം തിരിച്ച് നടന്നു പോകുന്ന വഴിയിൽ സബ്വേ വെച്ച് ഒരാൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുകയാണ്. ഇതെന്റെ ഫാമിലി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിറകെ നടന്നു വന്നിരിക്കുന്ന അയാൾ ഒരു ഡീമണായി മാറുകയാണ്. ഡീമണായി മാറിയതിനു ശേഷം ആ ഫാമിലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് ചാടുകയാണ്. അപ്പം അവരെ കാണുമ്പോൾ മറ്റേ പെൺകുട്ടി മാത്രം ഗണ്ണ് ചൂണ്ടി നിൽക്കുകയാണ്. ആ ഗണ്ണ് ഒരു ടോയ് ഗണ്ണാണ്. അപ്പൊ പെൺകുട്ടി ആ ഡീമണ് നേരെ ചൂണ്ടി കാണിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ട്രെയിൻ വന്ന് അവനെ ഇടിച്ചിടുകയാണ്. ഇവരെ ഡീമൺ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ പോയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവർ കളിയാക്കുകയാണ് ഇവരെ. എന്ത് ഡീമൺസോ വലിയ തലയോ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കി വിടുകയാണ്. അവർ വിശ്വസിക്കുന്നില്ല പോലീസിലുള്ള ആരും. അയാൾ ഒരു കോളേജിലെ പ്രൊഫസറാണ്. പക്ഷേ ഇയാളാണെങ്കിൽ ആ ജോലി കളഞ്ഞതിന് ശേഷം ഈ ഡീമൺസ്, കോൺസ്പിറസി തിയറി, പാരലൽ യൂണിവേഴ്സ് അതിനൊക്കെ പിറകെ പോകാൻ തുടങ്ങും. അയാളെ ഫാമിലിനെ മറന്ന് ഈ ഒരു തിയറിക്ക് പിറകെ പോകാൻ തുടങ്ങിയാണ്. അവിടുന്ന് കട്ടിയത് പ്രസന്റ് കാണിക്കുകയാണ്. ഇപ്പൊ കണ്ട ഫ്ലാഷ് ബാക്ക് ആർക്കസിന്റെ ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. ഇപ്പൊ ആർക്കസ് ആണെങ്കിൽ അവളുടെ ഗണ്ണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിറകെ ഇരിക്കുന്ന ഹീറോയിനെയും പിന്നെ ആ ബ്രോക്കറിനെ കാണിക്കുകയാണ്. അപ്പൊ ഡാൻഡെ ബ്രോക്കറിനോട് പറയണം താൻ തന്നതിൽ ഏറ്റവും വലിയ വൃത്തിയുടെ മിഷൻ അത് ഇതായിരുന്നു എന്ന് പറയാണ്. അവിടുന്ന് കട്ടിയത് ഫ്രണ്ട് ഇരിക്കുന്ന ആർക്കസിനെ കാണിക്കുകയാണ്. ഇപ്പൊ US മിലിറ്ററിയിലത്തെ ഏജൻസ് അവർക്ക് പുതിയ ഗണ്ണ് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൽ ഡ്രൈവ് ചെയ്യുന്ന ഏജന്റ് പറയുന്നുണ്ട് നിനക്ക് പുതിയ ഗണ്ണ് കൊണ്ടുണ്ട് അതുകൊണ്ട് തന്നെ തരുന്നതായിരിക്കും. അപ്പോഴേ US മിലിറ്ററിയുള്ള മറ്റേ റിസർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഡാൻഡേനെ ആ ഒരു നെക്ലസ് നിർത്താൻ സ്റ്റോൺ ഭയങ്കര റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജന്റ് അവിടെ റിസർച്ച് ചെയ്യുന്ന ഡോക്ടറോട് പറയുന്നുണ്ട് എന്താ ഡോക്ടർ ഈ ഒരു കല്ലായിരിക്കും അല്ലേ നമ്മളുടെ ലോകം ഡീവൻസ് ലോകം കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടൽ ക്രിയേറ്റ് ഉപയോഗിക്കുന്ന സംഭവം, നമുക്കിത് അങ്ങ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോഴാണ് ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. കാര്യം ഡിസ്ട്രോയ് ചെയ്ത് പെട്ടെന്ന് ആ ഒരു പോർട്ടൽ ക്രിയേറ്റ് ഉള്ള സാധനം ഡിസ്ട്രോയ് ചെയ്ത് എന്ത് നടക്കുമെന്ന് ഈ ലോകത്തിന് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സാധനം നശിപ്പിച്ച് കളയാണെങ്കിൽ ഫിസിക്സിനെ പറ്റിയൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിറകിൽ ഡാൻഡേയും പിന്നെ മറ്റു ബ്രോക്കറും എങ്ങനെ എസ്കേപ്പ് ആവാൻ വേണ്ടി കുറെ വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട ആർക്കസ് ആണെങ്കിൽ അതിനകത്ത് തീ കത്തിക്കുകയാണ്. ഇത് കണ്ട് അവർക്ക് പേടിച്ചു പോവുകയാണ്. അപ്പോഴാണ് ആർക്കസ് ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഡാൻഡനെ കഴിച്ചൊരു ചിപ്പ് ഉണ്ടല്ലോ, ആ ചിപ്പ് 1 മൈൽ റേഡിയസിന് ശേഷം പോവുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അപ്പൊ ബ്രോക്കർ ഹീറോന്റെ ഒരു ഷൂവിലാണെങ്കിൽ ഒരു ബ്ലേഡ് പോലത്തെ ഒരു മൂർച്ചുള്ള സാധനം ഉണ്ടായിരുന്നു. അത് ആ ഷൂവിൽ നിന്ന് എടുക്കുകയാണ് ഹാൻഡ്കഫ് പൊട്ടിക്കാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ ആ ഡോക്ടർ അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്റ്റോണിന്റെ റേഡിയേഷൻ കൂടുകയാണ്. അപ്പോഴവിടെ വൈസ് പ്രസിഡന്റ് വിളിക്കുകയാണ്. അപ്പൊ വൈസ് പ്രസിഡന്റ് ആർക്കസിനോട് ചോദിക്കുന്നുണ്ട് അവനെ പിടിച്ചോന്നു. അപ്പൊ ആർക്കസ് പറയുന്നുണ്ട് അത് പിടിച്ചു കഴിഞ്ഞു. അപ്പൊ വൈസ് പ്രസിഡന്റ് ഡാൻഡി സംസാരിക്കാൻ വേണ്ടി അവിടെ വരികയാണ്. അപ്പോഴാണെങ്കിൽ ബ്രോക്കർ പറയുന്നുണ്ടോ ഇയാൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇയാളാണല്ലോ ദൈവം എന്നെ വോട്ട് ജയിപ്പിച്ചത്. അപ്പൊ വൈസ് പ്രസിഡന്റ് ഡാൻഡിയോട് പറയുന്നുണ്ട് നിന്റെ ഫൈറ്റിംഗ് ഞാൻ കണ്ടു, പിന്നെ പിടിക്കാൻ സമയത്ത് നീ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്, നീ ഒരു ഡീമൺ ആണെന്നാണല്ലോ ആർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണെങ്കിൽ ഡാൻഡി പറയുന്നുണ്ട് ഇല്ല അതവള് ചുമ്മാ പറഞ്ഞായിരിക്കും, ഞാൻ ഡീമൺ അല്ല, ഒരു പക്ഷേ നിങ്ങളെ പോലെ ഫൈറ്റും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ സൂപ്പർ സോൾജർ ആണ് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് ഡാൻഡി വൈസ് പ്രസിഡന്റിനോട് പറയാണ്. ഓക്കെ പിന്നെ നിന്റെ അച്ഛനമ്മയും ചെറുപ്പത്തിൽ ഡീമൺസിന് അറ്റാക്ക് കാരണം കൊല്ലപ്പെട്ടു എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഡാൻഡി ബ്രോക്കറിനെ നോക്കണം. അപ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല, ആക്ച്വലി ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം. അപ്പോൾ വൈസ് പ്രസിഡന്റ് ചോദിക്കുകയാണ് അപ്പോൾ നിന്റെ അമ്മനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ ഡാൻഡി പറയുന്നുണ്ട് ഇല്ല, നിന്റെ ഉള്ളിൽ ഓടുന്നത് ഒരു ഡീമന്റെ ബ്ലഡ് ആണ്, പിന്നെ നിന്റെ സോളിൽ ഒരു കറ വീണിട്ടുണ്ട്, ആ കറ മാറ്റാൻ വേണ്ടി നിനക്കൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നീ വേർത്തിയാണെന്ന് തെളിയിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ആർക്കസ് പറയുന്നുണ്ട് ഇല്ല അവന് ജോലി കൊടുക്കാൻ പാടില്ല, അവനൊട്ടും വേർത്തിയല്ലെന്ന് പറയാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആർക്കസിനോട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഇമേജും ക്വാളിറ്റി മാത്രമേ നോക്കാറുള്ളൂ, ആക്ച്വലി US കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, ചില കാര്യം ചെയ്യാൻ വേണ്ടി ചിലത് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ആ ഡാൻഡി പറഞ്ഞ അവനൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാം എന്ന് പറയാണ് വൈസ് പ്രസിഡന്റ് ആർക്കസിനോട്. അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡിൽ ബ്ലോക്ക് കാണുകയാണ്. അപ്പൊ ആൻഡ്രോ ആണെങ്കിൽ നോക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ബ്രോക്കറുമായിട്ട് ചേർന്നിട്ട് ഇതെന്താ പൊട്ടാത്ത എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഹാൻഡ് കഫ് പൊളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കസിന് ഡൗട്ട് വരികയാണ് എന്താന്ന് വെച്ചാൽ ഇനി ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഇവർ പ്ലാൻസ് വെച്ച ഒരു ബ്ലോക്ക് ആണെന്ന് ഒരു ഡൗട്ട് അടിക്കുകയാണ്. പെട്ടെന്ന് ആ തൊട്ടടുത്ത ബിൽഡിംഗിൽ ആരോ സെറ്റ് വെച്ചൊരു ടൈം ബോംബ് പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിക്കുന്ന പാർട്സ് ബിൽഡിംഗിനകത്ത് പാർട്സ് വീഴുന്ന റോഡിലോട്ടാണ്. അതിന്റെ കൂടെ തന്നെ ആരോ അവരെ വണ്ടി നോക്കി തന്നെ മിസൈലും കൂടെ അയക്കുകയാണ്. പിന്നെ അയച്ച ആരാ നോക്കുമ്പോഴാണ് അത് മറ്റേ റാബിറ്റ് ആണത്. അപ്പൊ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് നിങ്ങൾ ജീവൻ പണയം വെച്ചാലും കുഴപ്പമില്ല, ജീവൻ ബലി കൊടുത്തിട്ടായാലും പാടില്ല, നിങ്ങൾ ആ ആംലെറ്റ് മാത്രം ഒന്നും പറ്റാതെ നോക്കണം എന്നിട്ട് ഹീറോയുടെ നെക്ലസിനാണ് പറയുന്നത്. ഇപ്പൊ ഡാൻഡിയും ബ്രോക്കറും പറയാണ് എടാ ഇനി നമ്മൾ രക്ഷിക്കാനായിരിക്കും. അപ്പൊ ഡാൻഡി പറയുന്നുണ്ട് രക്ഷിക്കാനാണെങ്കിൽ കൊന്നോണ്ട് രക്ഷപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കുകയാണ് അവര്. അപ്പോഴിവിടെ നേരത്തെ അടിവാഞ്ച് ഒരുത്തുണ്ടല്ലോ മുയലിന്റെ കയ്യിൽ നേരത്തെ അടിവെച്ച് രക്ഷപ്പെട്ട ഒരുത്തൻ ആൻഡ്രസ്, അവ അവിടെ വന്നതിന് ശേഷം ഡോക്ടറിനോട് മറ്റേ ആംലെറ്റ് ചോദിക്കുകയാണ് ഞാൻ രക്ഷപ്പെടുത്താം, ഞാൻ കയ്യിൽ വെക്കാമെന്ന് പറയാണ്. ഇപ്പോഴിവിടെ ആർക്കസിന് പിന്നെ ആർക്കസിന്റെ കൂടെക്കുന്ന കോപ്സിലൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കുറെ ഡീമൺസ്, അവിടെ 3 ഡീമൺസ് വരികയാണ്. ഈ ഡീമൺസ് വരുമ്പോൾ തന്നെ ബ്രോക്കർ പറയണം നിങ്ങൾക്കൊന്നും നടത്തുണ്ട് ഇവിടെ സിംഗ കുട്ടി കൊണ്ടോ ഇവൻ ഡാൻഡേ ഇവരെ കൈബ കെട്ടി വെച്ചേക്കാണ്, ഇല്ലെങ്കിൽ വന്ന് പൊളന്ന് കളഞ്ഞേനെ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ഡാൻഡ് വന്നു മിണ്ടാരിടോ. ഇപ്പൊ ഇവിടെ റാബിറ്റ് വന്നതിന് ശേഷം പറയുന്നുണ്ട് എടാ താങ്ക് യു US ഗവൺമെന്റിലെത്ത മിലിറ്ററി ഓഫീസേഴ്സ്, എന്താന്ന് വെച്ചാൽ ആ പയ്യന്റെ കയ്യിൽ നിന്നും ആ ആംലെറ്റ് എടുത്ത് തന്നേനെ. ഇപ്പൊ മിലിറ്ററിയുള്ള എല്ലാവരും മറ്റേ ഡീമൺ ബുള്ളറ്റ് വെച്ച് അവനെ നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ബുള്ളറ്റ് പോലും ഒന്നുപോലും അവിടെ ഒരു ഡീമൺസിനെ
കേൾക്കുന്ന പോലുമില്ല. അപ്പൊ അവിടെ ഫൈറ്റ് കൊണ്ടിരുന്ന ഒരു സോൾജർ പറയാണ്, ഓ ഇത് വേറെ വല്ല മ്യൂട്ടേഷനും ആയിരിക്കും എന്നും പറഞ്ഞ് അവൻ ഫിസിക്കലി ഫൈറ്റ് വേണ്ടി പോവുകയാണ് അവനായിട്ട്, മൊയലായിട്ട്. പക്ഷെ മൊയൽ അവന്റെ കയ്യിൽ ഒരു നൈഫ് ഉണ്ടല്ലോ, അത് ഒറ്റ സ്ലാഷ് തന്നെ എല്ലാം വീഴുകയാണ്. ശേഷം ആ ആംബുലൻസ് കൈക്കലാക്കാൻ വേണ്ടി ആ മൊയൽ തൊട്ട് താഴെ വാലോട്ട് കയറുന്നുണ്ട്. അപ്പൊ തന്നെ വൈസ് പ്രസിഡന്റ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആർക്കസ് ആണെങ്കിൽ ആ 3 ടീമിനായിട്ട് 1v3 ആയിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷേ ആർക്കസ് ആണെങ്കിൽ ഒരു ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് നേരെ പോയിട്ട് ഒരു ടീമിനെ മിസ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് ആ മിസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തൊട്ട് പിറകുള്ള ടീമിലോട്ട് ആ ബുള്ളറ്റ് കൊള്ളുകയാണ്. അപ്പൊ അവരെ കൂടെയുള്ള ഒരു ലേഡി ആയിട്ടുള്ള ഒരു ടീമിന് പറയുന്നത്, എന്താടാ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫൈറ്റ് നിനക്കൊന്നും ഒട്ടും പവർ സ്ട്രെങ്ത് ഒന്നും ഇല്ലേടാ എന്ന് പറയാണ് ആ ലേഡി ആയിട്ടുള്ള ടീമിന്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ മാനിലാണെങ്കിൽ ആൻഡ്രോസ് ആണെങ്കിൽ ആ ഒരു ആംബുലറ്റ് ആ റാബിറ്റിന് കൊടുക്കുകയാണ്. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കൊടുത്തത്, നീ പൊട്ടനാണോടാ? ആൻഡ്രോസ് പറയുന്നുണ്ട്, അത് ഡോക്ടർ എന്റെ മോളെ എന്റെ 2 പെൺമക്കളെ അവൻ കടത്തി വെച്ചേക്കാണ്, അതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ 2 പെൺമക്കളെ അവൻ കൊല്ലുന്നതായിരിക്കും. അപ്പൊ ആ ഡോക്ടർ പറയുന്നുണ്ട്, എടാ എന്തിനായി പോയാലും അവൻ ആ കൊല്ലാൻ തന്നെയാ പോകുന്നത് ഈ ലോകം മൊത്തം. അങ്ങനെ ഫൈനലി റാബിറ്റ് ആ 2 സ്റ്റോൺ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാണ്. പക്ഷെ കമ്പൈൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ അവിടെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇപ്പൊ മറ്റേ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാത്ത? അപ്പൊ മൊയൽ പറയുന്നുണ്ട്, എന്താണ് ഡോക്ടർ കൊച്ചു പിള്ളേരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്റെ അടുത്ത്? അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ഓ ചിലപ്പോൾ നിനക്ക് ഇനി വേറെ എന്തെങ്കിലും സാധനം വേണമായിരിക്കും എന്ന് വെച്ചാൽ ഒരു ഡിസ്ക്രിപ്ഷൻ കീ പോലത്തെ എന്തെങ്കിലും സാധനം പറയുമ്പോൾ തന്നെ മൊയൽ പറയാണ്, അതെ ഡോക്ടർ എനിക്ക് അതുപോലത്തെ ഒരു സാധനം കൂടെ വേണം, അതുകൊണ്ട് നിങ്ങൾ കണ്ട് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മൊയൽ അവർ 2 പേരും കൊല്ലുകയാണ്. പക്ഷെ ആ ഡോക്ടർ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേനേഡ് അവൻ നേരെ എറിയുന്നുണ്ട്. പക്ഷെ ആ ഗ്രേനേഡ് അൺഫോർച്ചുനേറ്റ്ലി അവന്റെ കത്തി കൊണ്ട് തന്നെ തിരിച്ച് അവനെ തന്നെ അയക്കുകയാണ്. വേസ്റ്റഡ് മൂമെന്റ് ഓഫ് ആനിമേ ഹിസ്റ്ററി. സോറി ഞാൻ സ്റ്റോറിയിൽ നിന്ന് പോയി, സോറി. കൂടെ തന്നെ റാബിറ്റ് അതിന്റെ ഡോറിന് അടയ്ക്കുകയാണ്. എഗെയിൻ വേസ്റ്റഡ്. ആ ഒരു ഡോക്ടർ അതിനെ തീർന്ന് മരിക്കുകയാണ്. പക്ഷെ വണ്ടിക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ ആ ഒരു തക്ക് നോക്കി എന്നെ ബ്രോക്കറും ഡാൻഡേയും അവിടെ ചാടുന്നുണ്ട്. പക്ഷെ അവർ ഹാൻഡ് കഫ് ഇതുവരെ പൊളിച്ചിട്ടില്ല. അപ്പോൾ ആൻഡ്രോനെ കാണിക്കുന്നുണ്ട്, ആൻഡ്രോ മരിച്ചിട്ടില്ല, ചെറിയ മുറിവ് മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ ഷോൾഡറിലായിട്ട്. അപ്പോഴാണെങ്കിൽ അവനാണെങ്കിൽ ഡാൻഡേനെ ഒരു ഹാൻഡ് കഫ് റിലീസ് ആക്കിയാണ്. ഓ എനിക്ക് ഇത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നോ, ശരി ഇനി അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഡാൻഡേ ആണെങ്കിൽ ആ ഒരു നെക്ലസ് കൈക്കലാക്കാൻ വേണ്ടി മൊയിലെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ ആ റാബിറ്റ് ഡാൻഡേ ഇഗ്നോർ ചെയ്തതിനു ശേഷം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്കൂൾ ബസ്സിലോട്ട് എയിം ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ ഡാൻഡേ പറയാണ്, ഓ കൊച്ചു പിള്ളേരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് സ്പീഡിൽ തന്നെ പോയിട്ട് ആ മിസൈൽ അവന്റെ കയ്യിൽ നിന്ന് സോഡ് വെച്ച് വെട്ടി മാറ്റുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ റാബിറ്റ് ആണെങ്കിൽ നമ്മുടെ ബ്രോക്കറിനെ കൊണ്ട് അവിടെ നിന്ന് മുങ്ങുകയാണ്. അതിന്റെ കൂടെ തന്നെ ലീഡർ അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ മറ്റേ പെൺകുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ആ 3 ഡിമൺസും കൂടെ ഇവളെ കൊല്ലാമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം ആ 3 ഡിമൺസും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഡാൻഡേ പറയാണ്, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ബൈക്ക് എടുക്കുകയാണ്. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ വേർത്തിയാണ് തെളിയിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡാൻഡേ ആ ബൈക്ക് എടുത്ത് ഒരു കിഡിലൻ ചേസ് നിങ്ങൾ ഇനി കാണാൻ പോവുകയാണ്. എന്ന് പറഞ്ഞ് ഡാൻഡേ പരമാവധി സ്പീഡിൽ ആ മൊയിലെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ കൂടെ 3 ഡിമൺസിലെ അവർ ഇവനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഡാൻഡേക്ക് നല്ല സ്കില്ല് ഉള്ളതുകൊണ്ട് തന്നെ അവർ അറ്റാക്ക് ചെയ്യുന്ന ഓരോ അറ്റാക്കും മിസ് ചെയ്ത് മാറി ഓരോ ഡിമൺസിൽ നിന്ന് മാറി ആ ഒരു റാബിറ്റ് തന്നെ ഫോക്കസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് പരമാവധി സ്പീഡിൽ. ഡാൻഡേ ചേസ് ചെയ്ത് റാബിന്റെ അടുത്ത് വരുന്ന കാര്യം ട്രക്കിലെത്ത ആ ഒരു മിറർ വഴി റാബിറ്റ് കണ്ടിന്യൂഷൻ പറയണം, അതെ പെട്ടെന്നോ എന്ന് പറഞ്ഞ് ഡാൻഡേനെ എൻകറേജ് ചെയ്യണം റാബിറ്റ്. അപ്പൊ ഡാൻഡേ സ്പീഡിൽ പോയിട്ട് ചാടുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റേ ഓഫീസേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മിക്ക ഓഫീസേഴ്സും ആ ഒരു ഡീമണ്ട് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാര്യം അവർക്ക് സീരിയസ്ലി ഇപ്പൊ ഇൻജോർഡ് ആണ്. അപ്പോഴേക്കും മറ്റേ പെൺകുട്ടി പറയുന്നുണ്ട്, ഡാൻഡേ ഇപ്പൊ തന്നെ 1 മൈലിൽ കൂടുതൽ പോയിരിക്കുകയാണ്, ഇനി കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ അവന്റെ കഴുത്തിലെ ട്രാക്കർ പൊട്ടിത്തെറിക്കുന്നതായിരിക്കും എന്ന് അവൾ പറയാണ്. ഇപ്പൊ ഡാൻഡേ ചാടി ഗണ്ണ് ലോഡ് ചെയ്ത് ജാക്ക് പോട്ട് പറഞ്ഞ് അവനെ ഇത് ഷൂട്ട് ചെയ്യാൻ ട്രിഗർ കൈ വെക്കുമ്പോ തന്നെ അവന്റെ കഴുത്തിലെ ട്രാക്കർ പൊട്ടിത്തെറിക്കുകയാണ്. ട്രക്ക് മാസം നിർത്തിയതിനു ശേഷം റാബിറ്റ് ഇറങ്ങി വന്നതിനു ശേഷം ഡാൻഡേ ഫ്രണ്ട് ചെയ്തതിനു ശേഷം പറയാണ്, എന്നെ പിടിക്കാൻ ഭയങ്കര പാടാണ് അല്ലേ? സ്പാർട്ടന്റെ ഒരേ മോനെ ഇത് കണ്ട എനിക്കൊന്നും മനസ്സിലായില്ല, കണ്ട നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുന്ന് കട്ട് ചെയ്ത് 2 ഓഫീസേഴ്സിന് നേരെ മറ്റേ രൂപം മാറാൻ പറ്റുന്ന ഡീമൺ വരികയാണ്. വന്നതിന് ശേഷം അവിടേക്കുന്ന 2 ഓഫീസേഴ്സിൽ ഒരു ഓഫീസറിനെ കൊന്നതിന് ശേഷം അവിടേക്കുന്ന ഒരു ഓഫീസറിന്റെ രൂപം അവ കൈവർന്നെടുക്കുകയാണ്. അതിനുശേഷം അവനെയും കൊല്ലുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 3 എൻഡ് ആവുകയാണ്. ഒരെത്തും പേഴി തരാത്തൊരു എപ്പിസോഡായിരുന്നു. പക്ഷേ ഒരു വേറെ ലെവല് ക്ലിഫ് ഹാങ്ങറെ കൊണ്ട് വെച്ചാണ് ഈ ഒരു എപ്പിസോഡ് 3 എൻഡ് ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ അടുത്ത എപ്പിസോഡ് എങ്ങനെ പോയാലും ഒരു കിടുക്കാച്ച എപ്പിസോഡ് ആയിരിക്കും ഉറപ്പാണ്. അപ്പൊ ആ എപ്പിസോഡ് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലേക്ക് ഓളാക്കി വെച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് എൽ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.